നമസ്കാരം. ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ നാളുകളിലൂടെയാണ് വിജയ് കടന്നുപോകുന്നത്. വർഷങ്ങളായി സ്വപ്നം കാണുന്ന അധികാര കസേര അരികിലുണ്ട്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ആഴ്ചകൾ മാത്രമേ ഉള്ളൂ. ഇതിന്റെ വിവാഹമോചന കേസും ഏപ്രിൽ 20-നാണ് സംഗീത നൽകിയ ഡിവോഴ്സ് ഹർജി കുടുംബ കോടതി പരിഗണിക്കുന്നത്. ഏപ്രിൽ 23-നാണ് തമിഴ്നാട് തെരഞ്ഞെടുപ്പ്. വിജയുടെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കുന്നതിൽ വ്യക്തി ജീവിതത്തിലും വലിയ പങ്കുണ്ടാകും. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള നീക്കങ്ങൾ സജീവമാകുന്നതിനിടെ നടനും തമിഴക വെട്ടിക്കഴകം നേതാവുമായ വിജയ്ക്ക് വ്യക്തിപരമായ വെല്ലുവിളികളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഭാര്യ സംഗീത വിവാഹമോചനം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ ചോദ്യം ചെയ്തേക്കാം. ഏപ്രിൽ 23-ന് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പും അതിനായുള്ള ഒരുക്കങ്ങളും സജീവമായിരിക്കെയാണ് വിജയുടെ രാഷ്ട്രീയ ഭാവി സംബന്ധിച്ച ചർച്ച സമൂഹ മാധ്യമങ്ങളിൽ ചൂടുപിടിക്കുന്നത്. വിജയ് വിവാഹമോചനത്തിന് ഒരുങ്ങുന്നുവെന്ന വാർത്ത പുറത്തു വന്നത് മുതൽ നടന്റെ പഴയ അഭിമുഖങ്ങൾ വീണ്ടും കുത്തിപ്പൊക്കി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയാണ് വിജയ് ഹേറ്റേഴ്സും സിനിമാ പ്രേമികളും. പൊതുവേദികളിൽ വിരളമായി മാത്രമേ പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നുവെങ്കിലും സോഷ്യൽ മീഡിയ ഗിമ്മിക്കുകൾ ഒന്നും കണക്കാക്കാറില്ലായിരുന്നുവെങ്കിലും വിജയ് സംഗീത ജോഡിക്ക് ഏറെ ആരാധകരുണ്ടായിരുന്നു. ഇരുവരും വേർപിരിയാൻ പോകുന്നുവെന്ന വാർത്ത ആരാധകരിൽ പലർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. 27 വർഷത്തോളം നീണ്ട ദാമ്പത്യമാണ് അവസാനിക്കാൻ പോകുന്നത്. നടന് പരസ്ത്രീ ബന്ധമുണ്ടെന്നതും സിനിമാ ഇൻഡസ്ട്രിയിൽ സജീവമായി നിൽക്കുന്ന ഒരു നടിയാണ് തന്റെ ദാമ്പത്യം തകർത്തെന്നും ഹർജിയിൽ സംഗീത വ്യക്തമാക്കിയിട്ടുണ്ട്. 5 വർഷത്തോളമായി സംഗീതയും വിജയും അകന്നു കഴിയുകയാണ്. ഇരുവരുടെയും കുടുംബജീവിതം ചർച്ചയും വിവാദവുമാകുന്ന സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ വലിയ രീതിയിൽ വൈറലാവുകയാണ്. താൻ സംഗീതയെ ജീവിത പങ്കാളിയായി സ്വീകരിക്കാനുള്ള കാരണമാണ് വൈറൽ വീഡിയോയിൽ വിജയ് പറയുന്നത്. മാതാപിതാക്കൾ ജീവിത പങ്കാളിയെ തെരഞ്ഞെടുത്ത് നൽകിയാൽ അത് പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കണമെന്നും അങ്ങനെ ചെയ്താൽ ജീവിതം സമാധാനം നിറഞ്ഞതാകുമെന്നുമാണ് വിജയ് പറയുന്നത്. പെട്ടെന്നൊരു ദിവസം ഒരു പെണ്ണിനെയും കൂട്ടി ഞാൻ വീട് വിട്ട് ഓടിപ്പോവുകയായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് എന്നെ കുറ്റപ്പെടുത്താം. അതല്ല, അമ്മയെയും അച്ഛനെയും എതിർത്താണ് വിവാഹം കഴിച്ചതെങ്കിൽ എന്നോട് ചോദ്യം ചോദിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. പക്ഷെ ഞാൻ വിവാഹം ചെയ്തത് എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് വേണ്ടി കണ്ടുപിടിച്ച പെൺകുട്ടിയെയാണ്. അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുപോലെ എൻ്റെ ആരാധകരോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. അമ്മയും അച്ഛനും കണ്ടുപിടിച്ച പെൺകുട്ടിയെയാണ് നിങ്ങൾ വിവാഹം ചെയ്യുന്നതെങ്കിൽ ലൈഫിൽ ഒരു പ്രോബ്ലവും ഉണ്ടാവില്ല. എൻ്റെ അനുഭവം അതാണ്. എൻ്റെ ആരാധകരും ഇത് ഫോളോ ചെയ്തിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുവെന്നാണ് വിജയ് പറഞ്ഞത്. ശ്രീലങ്കൻ തമിഴ് വംശജയായ സംഗീത വിജയുടെ കടുത്ത ആരാധകയായിരുന്നു. ലണ്ടനിലാണ് സംഗീത പഠിച്ചതും വളർന്നതും. അച്ഛൻ വലിയൊരു ബിസിനസ്മാൻ ആയിരുന്നു. വിജയെ വിവാഹം ചെയ്ത ശേഷമാണ് സംഗീത തമിഴ്നാട്ടിൽ സ്ഥിരതാമസം തുടങ്ങിയത്. നടനിൽ നിന്നും അകന്ന ശേഷം കുട്ടികളെയും കൂട്ടി സംഗീത മാതാപിതാക്കളുടെ അടുത്തേക്ക് മടങ്ങിപ്പോയി. മാസ്റ്റർ സിനിമയുടെ ഓഡിയോ ലോഞ്ച് ഫംഗ്ഷനിലാണ് അവസാനം ഇരുവരും ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടത്. അതിനുശേഷമാണത്രേ തൃഷ വിജയ് ബന്ധം ശക്തമായതും സംഗീത അകന്നു കഴിയാൻ തുടങ്ങിയതും. നടന്റെ മാതാപിതാക്കൾക്കും സംഗീത ഏറെ പ്രിയപ്പെട്ടവളാണ്. എല്ലാവിധ സഹായവുമായി വീട്ടിൽ നിരവധി ജോലിക്കാരുണ്ടെങ്കിലും 2 മക്കളുടെയും കാര്യങ്ങൾ സംഗീതയാണ് ഭംഗിയായി നോക്കിയിരുന്നതെന്നും ടിപ്പിക്കൽ ഹൗസ് വൈഫ് ആയിരുന്നുവെന്നും തന്റെ ചങ്ങാതിയെ പോലെയായിരുന്നു മരുമകളായിരുന്നില്ലെന്നും വിജയുടെ അമ്മ ശോഭ മുമ്പ് അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. നടിയുമായുള്ള വിജയുടെ ബന്ധം തന്നെയും മക്കളെയും മാനസികമായി ബാധിച്ചതായും സംഗീത ഹർജിയിൽ വ്യക്തമാക്കിയിരുന്നു. നടന്റെ പഴയ അഭിമുഖം വൈറലായതോടെ അധിക്ഷേപ കമന്റുകളാണ് ഏറെയും. ഭാര്യയെക്കുറിച്ച് വളരെയധികം ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും സംസാരിച്ചിരുന്ന വ്യക്തിക്ക് ഇപ്പോൾ എങ്ങനെയാണ് പുതിയൊരു സ്ത്രീക്ക് വേണ്ടി അവരെ തള്ളിപ്പറയാനും പരിഹസിക്കാനും വേദനിപ്പിക്കാനും കഴിയുന്നതെന്നാണ് കമന്റുകൾ. തന്റെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന ഒന്നും വലിയ കാര്യമാക്കേണ്ടതില്ലെന്നും അതിനൊന്നും വലിയ വില കൽപ്പിക്കേണ്ടതില്ലെന്നുമാണ് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചരണാർത്ഥം അടുത്തിടെ നടത്തിയ ഒരു സമ്മേളനത്തിൽ വിജയ് പറഞ്ഞത്. അതേസമയം തന്നെ വിജയെക്കുറിച്ച് തമിഴ് ഫിലിം ജേർണലിസ്റ്റ് അന്തരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു. നാമനിർദ്ദേശ പത്രിക നൽകുമ്പോൾ വിജയുടെ സ്വത്ത് വിവരങ്ങൾ പുറത്തുവരും. എത്ര സ്വത്തുണ്ടോ അതിന്റെ എല്ലാം വിവരം നൽകിയാൽ പ്രശ്നമേ ഇല്ല. പക്ഷേ സ്വത്തിൽ പാതി സംഗീതയ്ക്ക് ലഭിക്കും. കോടതിയിൽ സംഗീത ആവശ്യപ്പെടുന്നതും അതാണ്. വിജയ് പക്ഷേ സ്വത്ത് മുഴുവൻ കാണിക്കില്ല. സ്വത്തിൽ ഭൂരിഭാഗവും മറച്ച് കുറച്ച് സ്വത്ത് മാത്രം കാണിക്കും. അങ്ങനെ ചെയ്താൽ എവിടെയൊക്കെ സ്വത്തുക്കളുണ്ടെന്ന വിവരം സംഗീത പുറത്തുവിട്ടാൽ അത് വലിയ പ്രശ്നമാകും. ഔദ്യോഗിക രേഖകൾ ഉൾപ്പെടെ കാണിച്ച് സ്വത്തിന്റെ വിവരങ്ങൾ സംഗീത പുറത്തുവിട്ടാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജയെ വിലക്കുമെന്നും അന്തരൻ പറയുന്നു. എന്തുകൊണ്ട് ഇലക്ഷന്റെ മുൻപ് സംഗീത ഡിവോഴ്സ് പെറ്റീഷൻ നൽകിയെന്ന ചോദ്യത്തിന് ഉത്തരമായാണ് അന്തരന്റെ പരാമർശം ഇപ്പോൾ ചർച്ചയാകുന്നത്. ധനികനാണ് വിജയ്. 26 വർഷം നീണ്ട വിവാഹബന്ധം, മക്കളുടെ വിദ്യാഭ്യാസം, ഭാവി എന്നിവയെല്ലാം പരിഗണിച്ച് വലിയ ജീവനാംശം വിജയിൽ നിന്നും സംഗീതയ്ക്ക് ആവശ്യപ്പെടാം. എന്നാൽ സ്വത്തുക്കൾ കൈവിട്ട് പോകാതിരിക്കാനുള്ള ശ്രമം വിജയ് നടത്തുന്നുമുണ്ട്. ചെന്നൈയിലെ തന്റെ പ്രധാന സ്വത്തുക്കളിൽ പലതും വിജയ് വിൽക്കുന്നെന്ന അഭ്യൂഹങ്ങളുണ്ട്. അണ്ണാനഗറിലെ പ്രോപ്പർട്ടി 35 കോടി രൂപയ്ക്ക് വിറ്റു. 1 വർഷത്തോളമായി വിൽപ്പനയുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ പെട്ടെന്നുള്ള കാരണങ്ങളാൽ 35 കോടിക്ക് ഡീൽ നടന്നു എന്നാണ് റിപ്പോർട്ടുകൾ. 2 പ്രോപ്പർട്ടികൾ കൂടി ഇത്തരത്തിൽ വിൽക്കാൻ നീക്കം നടക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുണ്ട്.
പാർട്ടിയിലേക്കുള്ള ഫണ്ടിങ്ങിന് വേണ്ടിയല്ല ഈ വിൽപ്പനയെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഒളിക്കാനും മറയ്ക്കാനും ഒരുപാടുള്ള വിജയ്ക്ക് എങ്ങനെ രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകാനാകുമെന്ന ചോദ്യങ്ങൾ ഇതിനോടകം വരുന്നുണ്ട്. വിജയുടെ മകൻ ജേസൺ സഞ്ജയാണ് ഈ നിർണായക സമയത്ത് വിവാഹമോചന ഹർജി നൽകാൻ അമ്മയെ പ്രേരിപ്പിച്ചതെന്നും വിജയ് തോൽക്കുന്നത് മകനെ കാണണമെന്നും ഫിലിം ജേർണലിസ്റ്റ് ബിസ്മി നേരത്തെ പറഞ്ഞിരുന്നു. അതേസമയം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ തമിഴക വെട്രിക്കഴകം ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. BJPയുമായി സഖ്യമുണ്ടാക്കുന്നതിനെ പറ്റി അഭ്യൂഹങ്ങൾ പ്രചരിപ്പിച്ചിരുന്നെങ്കിലും 234 മണ്ഡലങ്ങളിലും ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് TVK നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. പാർട്ടിയുടെ 60 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥി അഭിമുഖങ്ങൾ വിജയ് പൂർത്തിയാക്കുകയും ചെയ്തു. വിജയ് ചെന്നൈയിലെ പെരമ്പൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുമെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. നേരത്തെ തിരുച്ചി, നാഗി എന്നിവിടങ്ങളിൽ മത്സരിക്കാൻ സാധ്യതയുണ്ടെന്ന് ചർച്ചകൾ ഉയർന്നെങ്കിലും പെരമ്പൂരിൽ TVK ഒരു AC തെരഞ്ഞെടുപ്പ് ഓഫീസ് തുറക്കുന്നതുൾപ്പെടെയുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇത് പെരമ്പൂർ മണ്ഡലത്തിൽ വിജയ് മത്സരിക്കുമെന്ന സൂചനയായി കണക്കാക്കുന്നു. എന്നാൽ വിജയുടെ തെരഞ്ഞെടുപ്പ് പ്രവേശനത്തിന് തടസ്സമായേക്കാവുന്ന ഒരു പ്രധാന വിഷയമാണ് ഭാര്യ സംഗീതയുമായുള്ള വിവാഹമോചന കേസ്. വിജയ്ക്ക് ഒരു നടിയുമായി വിവാഹേതര ബന്ധമുണ്ടെന്നും തന്നോട് അവഗണന കാണിച്ചെന്നും ആരോപിച്ച് സംഗീത ചെങ്കൽപ്പേട്ട് കുടുംബക്ഷേമ കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. ഈ വിഷയം 2021 ഏപ്രിൽ മുതൽ തുടങ്ങിയതാണെന്നും സംഗീത ആരോപിക്കുന്നു. വിജയുടെ സാമൂഹിക നിലവാരത്തിനും സ്വത്ത് വിവരങ്ങൾക്കും അനുസരിച്ചുള്ള ജീവനാംശവും വിവാഹമോചന കേസ് തീരും വരെ നിലാങ്കരയിലെ വീട്ടിൽ താമസിക്കാൻ അനുമതിയും സംഗീത ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏപ്രിൽ 20 ചെങ്കൽപ്പേട്ട് കുടുംബക്ഷേമ കോടതി ഈ കേസ് പരിഗണിക്കും. ഈ വിജയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ നിർണായകമായ ഒരു ഘട്ടമാണ്. വിവാഹമോചനം ഔദ്യോഗികമായി നടക്കാത്തതുകൊണ്ട് വിജയ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ ഭാര്യയുടെ സ്വത്ത് വിവരങ്ങൾ കൂടി രേഖപ്പെടുത്തേണ്ടി വരും. അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നതിനാൽ സംഗീത സ്വത്ത് വിവരങ്ങൾ നൽകുന്നതിൽ എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചാൽ വിജയുടെ നാമനിർദ്ദേശ പത്രിക തള്ളാൻ സാധ്യതയുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. ബ്രിട്ടനിൽ ഉൾപ്പെടെ കോടികളുടെ ആസ്തിയുള്ള വ്യക്തിയാണ് സംഗീത. അങ്ങനെ സംഭവിച്ചാൽ വിജയ്ക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നേക്കാം. 1999 വിവാഹിതരായവർ 27 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിലാണ് വേർപിരിയുന്നത്. കരൂർ CBI അന്വേഷണം, ജനനായകൻ, സിനിമയുടെ റിലീസ് തടസ്സങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള മറ്റ് വെല്ലുവിളികളും വിജയ് നേരിടുന്നുണ്ട്. ഈ വിവാഹമോചന കേസ് വിജയുടെ രാഷ്ട്രീയ ഭാവിക്ക് കടുത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതേസമയം ഒരു നടിയുമായി വിജയ്ക്ക് അവിഹിത ബന്ധം ആരോപിച്ചാണ് വിവാഹമോചനം ആവശ്യപ്പെട്ട് സംഗീത കോടതിയെ സമീപിച്ചത്. ആ നടി തൃഷ കൃഷ്ണനാണെന്നുള്ള അഭ്യൂഹങ്ങൾക്കിടെയാണ് തൃഷയും വിജയും ഒരുമിച്ച് ഒരു വിവാഹത്തിനെത്തിയതും. ഇതോടെ ഇരുവർക്കും ഇടയിലുള്ള ബന്ധം വിവാഹത്തിലേക്ക് നീങ്ങുന്നതായുള്ള വാർത്തകളും പരന്നിരുന്നു. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തൃഷയും വിജയും വിവാഹിതരാകുമെന്നുള്ള ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിന് തൃഷയുടെ അമ്മ ഉമാകൃഷ്ണൻ ലൈക്ക് ചെയ്തതും പുതിയ അഭ്യൂഹങ്ങൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്.